ടണൽ ടീമിനെതിരെയുള്ള സാബുവിന്റെ നല്ലൊരു ഗെയിമാണ് ലൈവിനകത്ത് കാണാൻ സാധിച്ചത്. പക്ഷെ ടണൽ ടീം അതിന് നിന്ന് കൊടുത്തില്ല എന്നുള്ളൊരു കാര്യമാണ് ആകെ നിരാശപ്പെടുത്തിയത്. പുള്ളി നേരിട്ട് ഇറങ്ങി കളിച്ചിട്ടില്ല, കാരണം ഗസ്റ്റ് ആണ്. പക്ഷെ HR-നെയും ഓണേഴ്സിനെയും ഇറക്കി സാബു ഈ ഒരു ഗെയിം കളിച്ചു നോക്കി, നല്ല രീതിക്ക് പയറ്റി നോക്കി. പക്ഷെ പൊട്ടിപ്പോയി. അവർക്ക് സാബു കൊടുത്ത കോയിനുകളിൽ നിന്നും 20 പോയിന്റ് സാബു തിരിച്ചു വേണം എന്നാണ് പറഞ്ഞത്. അത് ഋഷിയോട് പറയുന്നുണ്ട്, പിന്നെ പവർ ടീമിനോട് പറയുന്നുണ്ട്. പക്ഷെ അപ്സരയും ഷഡ്നിയും നന്ദനയും സാഹിയും ഒക്കെ ഓരോ ന്യായങ്ങൾ പറഞ്ഞത് തിരിച്ചു കൊടുക്കാതിരിക്കുന്നുണ്ട്. ആ ഒരു ടിപ്പ് സാബുവിന് തിരിച്ചു കൊടുക്കുന്നില്ല. ഇത് ഈ ഒരു ടാസ്കിന്റെ നിയമങ്ങൾ ലംഘിക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം കൊടുത്ത ടിപ്പ് തിരിച്ചു മേടിക്കാൻ ഗസ്റ്റിന് അധികാരമുണ്ട്. ഇത് സാബു ബിഗ് ബോസിനോട് ചോദിച്ചപ്പോൾ ബിഗ് ബോസ് പുള്ളിയോട് പറഞ്ഞ കാര്യമാണ്. അത് ഞാൻ കേട്ട കാര്യമാണ്, ഇന്നും ഇന്നലെയും കേട്ട്. കളിക്കുമ്പോൾ നല്ല രീതിയിൽ ഫെയർ ആയിട്ട് റൂൾസ് അനുസരിച്ച് കളിച്ച് ജയിക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. ആ 20 പോയിന്റ് വെച്ചോണ്ട് ഇവര് ജയിക്കാനൊന്നും പോകുന്നില്ല. എന്തായാലും ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ടണൽ ഓൾറെഡി ഈ ഒരു ടാസ്ക് പരാജയപ്പെട്ട് കഴിഞ്ഞു. ഇന്നലെ എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞുള്ള വെറുപ്പിക്കൽ, ഇന്നാണെങ്കിൽ കിച്ചൺ ഡ്യൂട്ടി നന്നായിട്ട് ചെയ്തിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. ചോറ് വെന്തിട്ടില്ലായിരുന്നു എന്നാണ് സാബു പറഞ്ഞത്. അതിന്റെ പേരിലാണെന്ന് തോന്നി 20 കോയിൻ തിരിച്ചു മേടിക്കാൻ നോക്കിയത്. പക്ഷെ ടണൽ ടീം അത് തിരിച്ചു കൊടുക്കുന്നില്ല. അത് ആ ഒരു മര്യാദ അവരെ കാണിച്ചില്ല. എന്റെ അഭിപ്രായത്തിൽ ടാസ്കിലെ നിയമങ്ങൾ ലംഘിച്ചതിന്റെ പേരിൽ ആ ടീമിനെ മൊത്തത്തോടെ ഈ ടാസ്കിൽ നിന്ന് ഡിസ്ക്വാളിഫൈ ചെയ്യേണ്ടതാണ്. പക്ഷെ എന്തോ ബിഗ് ബോസ് അങ്ങനെ ചെയ്യുന്നില്ല. സാബുവിന്റെ ഗെയിമും നൈസായിട്ടൊന്ന് പാളിപ്പോയി. എന്നിട്ട് ഇപ്പൊ ലൈവിനകത്ത് സാബു പറയുന്നുണ്ട്, ഞാൻ നിർബന്ധമായിട്ടും വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഋഷി ഒരു മാനേജറാണ്, അപ്പം അവരോട് അത് ചോദിച്ച് അത് മേടിക്കാനുള്ള കഴിവ് ഋഷിക്കുണ്ടെങ്കിൽ ഋഷി തിരിച്ചു മേടിച്ചു തരാനാണ് പറഞ്ഞത് എന്നുള്ള രീതിയിൽ സാബു അതിനെ ട്വിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ്, പാളിപ്പോയാലും പുള്ളിക്ക് അത് എങ്ങനെ ഒപ്പിക്കണം എന്നുള്ള കാര്യം സാബുവിന് കറക്റ്റായിട്ട് അറിയാം. അതൊരു പ്രത്യേകതരം കഴിവാണ്. ചുമ്മാ അല്ലേ പുള്ളി ജയിച്ചത് കേട്ടോ.